നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വാ മോളെ വാ. കരയില്ല കേട്ടോ, വെച്ച് കരയില്ല കേട്ടോ. ഇല്ല 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 ഇല്ല. ദേ മക്കളുടെ അമ്മായി വരുന്നു. അമ്മായിയെ കണ്ട മക്കൾ, അമ്മായിയെ കണ്ട, അമ്മായിയെ കണ്ട. ആ അവിടെ ഇരിക്കും. ആ കരയല്ലേ 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 കേട്ടോ. ദേ ഈ എണ്ണ എടുത്ത് പരട്ടി കൊടുത്തേ. ദാ പിടിക്കും. ആ ആ എണ്ണ വരട്ടി ഇതുപോലെ 2 മിനിറ്റ് നേരം ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് ചെറിയ ചൂടോടെ വെള്ളം ദേഹത്തൊഴിച്ച് ഒരു പരുവത്തില് തുടച്ച് ഇങ്ങെടുക്കണം. അപ്പോഴേക്കും ഞാൻ പോയി കുറച്ച് റോസ് വാട്ടർ എടുത്തോണ്ട് വരാം. അത് നല്ല സോഫ്റ്റ് ആയ തുണിയിൽ മുക്കി ദേഹത്ത് ഇങ്ങനെ തുടച്ചെടുക്കണം. ആ ഗോമതി, അകത്ത് നിനക്ക് ഇത്തിരി പണിയുണ്ട്. ഇവര് നാത്തൂനും കൂടെ കുഞ്ഞിനെ കുളിപ്പിച്ചോളും. ബാബാ എണീറ്റ് വാടി. നാത്തൂനെ കണ്ടുണ്ടെങ്കി ഇരുന്നാ മതി. എന്റെ കുഞ്ഞിനെ മറ്റാരും കുളിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മുത്തശ്ശിയെ പണക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നത്. ആ പാവേ, നമുക്ക് എണ്ണ തേച്ച് കുളിക്കാട്ടോ. ചുണ്ടരി കുട്ടിയാവാ പാവേ. അമ്മ കുളിപ്പിക്കുമല്ലോ പാവേ. ആ പിന്നെ വെറുതെ നോക്കി ഇരുന്നോണം കേട്ടോ. കുഞ്ഞുങ്ങളെ കരയിപ്പിക്കുന്ന മന്ത്രവാദം ഒന്നും പുറത്തേക്ക് എടുത്തേക്കരുത്. പിന്നെ തൊടുമ്പോ മാത്രം കുഞ്ഞുങ്ങൾ കരയാതിരിക്കുന്ന ഒരു അത്ഭുതം അല്ലേ വാവേ? ദേ ഇതൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ചെറുതാക്കാനുള്ള ഒരു സന്ദർഭം നീ പാഴാക്കി കളയരുത്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി പറയുന്നതാ കുറ്റം. നിനക്കെന്ത് കാണിക്കല്ലേ? ഞാൻ എന്ത് കാണിച്ചു? ഓ ഓ ഓ എന്താടാ നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇങ്ങനെ ആരോടെല്ലാം ദേഷ്യം തീർക്കാനാണോ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്? അതിന്റെ വായിലും മൂക്കിലൊക്കെ വെള്ളം കയറി. കണ്ടല്ലോ ചുമക്കുന്ന. മതി കുളിപ്പിച്ചത്. ഇങ്ങോട്ട് തന്നെ. കൊച്ചിനോട് വെക്കടി. അതുകൊള്ളാലോ. എന്റെ കുഞ്ഞിനെ ഞാൻ കുളിപ്പിക്കുമ്പോ അത് ചുമച്ചെന്നും തുമ്മി നോക്കി ഇരിക്കും. അത് ചോദിക്കാൻ നീ ആരാ? വെക്കടിയോടെ. നിന്നോടല്ലേ പറഞ്ഞ വയ്ക്കാൻ? മാറക്കൂട്ട്. മോളെ അമ്മ തന്നെ കുളിപ്പിക്കാം കേട്ടോ. മോളുടെ അമ്മ കുളിപ്പിക്കാം. കരയല്ലേ കരയല്ലേ, അമ്മയുടെ മാവ കരയല്ലേ. മര്യാദയ്ക്ക് കണ്ടോണ്ടിരിക്കെങ്കിൽ നീ ഇവിടെ ഇരുന്നാ മതി. അല്ലെങ്കിൽ എന്നിട്ട് പോ നോക്ക്. ഈ കുഞ്ഞിനെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അതിനെ കുളിപ്പിക്കാനും ഊട്ടാനും ഓർക്കാനും ഒക്കെ എനിക്കറിയാം. അല്ല മോളെ? വാവല്ലേ? മഴയെ പോകുന്നവരാരും ഇവിടെ അഭിപ്രായം പറയാൻ വരണ്ട. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്? ഓ വാവേ, അമ്മയുടെ പൊന്നു വാവി കുളിച്ചു കഴിഞ്ഞല്ലോ. നമ്മള് കുളിച്ചു കഴിഞ്ഞല്ലോ. ഓ പറഞ്ഞത് ബോധിച്ചില്ലായിരിക്കും. വാവേ നമുക്ക് ഒരുങ്ങണ്ടേ? ഒരുങ്ങാൻ പോവാമോ? നമുക്ക് പോയി ഒരുങ്ങാലോ. നമ്മൾ കുളിച്ചല്ലോ. എന്താ മോളെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ?
അവള് മോളെക്കരി അങ്ങ് ഉടുക്കുവാണല്ലോ. അവളുടെ മട്ടും മാതിരിയൊക്കെ കണ്ടാ തോന്നും അവളായി കൊച്ചിന്റെ തള്ളയെന്ന്. ചേച്ചി, സ്വന്തം കൊച്ചു മരിച്ചോടുകൂടി ഇവർക്ക് കാര്യമായിട്ട് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് മോളോട് പറഞ്ഞത് എത്ര കൃത്യമായിട്ടാ. നമ്മുടെ കുഞ്ഞിനെ ഇവക്ക് കണി കാണാൻ പോലും കൊടുക്കരുത്. അതിന്റെ പേരിൽ ഇനി മുത്തശ്ശി എന്ത് കോലാകൽ ഉണ്ടാക്കിയാലും മോള് മൈൻഡ് ചെയ്യരുത്. നമുക്ക് വലുതേ നമ്മുടെ കുഞ്ഞിന്റെ ജീവനാ. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പണ്ട് വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണനെ അപായപ്പെടുത്താൻ ഇതുപോലെ ഒരുപാട് ദുർമൂർത്തികളെ കംസൻ പറഞ്ഞയച്ചായി കേട്ടിട്ടുണ്ട്. അന്ന് അവരെയൊക്കെ കൈകാര്യം ചെയ്തതേ കൃഷ്ണൻ തന്നെയായിരുന്നു. നമ്മുടെ കുഞ്ഞിന് അങ്ങനെ അത്ഭുത സിദ്ധികളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? ഉണ്ണാതെ ഉറങ്ങാതെ നമ്മൾ ഇതിന് കാവലിരുന്നേ പറ്റും മോളെ. ഇല്ലെങ്കിൽ പ്രശ്നം കടുക്കും.